ചോരയിൽ കുളിച്ചിടക്കുന്ന നവോദിനെ കണ്ട് ചെറുക്കനും ബന്ധുവീട്ടുകാരും ഞെട്ടി. വിവാഹ മണ്ഡപത്തിൽ നിന്നും താലിയിട്ട് കഴിഞ്ഞ് പെണ്ണിനെയും കൂട്ടി വരന്റെ വീട്ടിലെത്തിയിട്ട് 1 മണിക്കൂർ ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വന്നു കയറിയപാടെ നവവധുവായ ആവണി തനിക്ക് തലചുറ്റുമെന്ന് പറഞ്ഞു. മുകളിലെ മുറിയിൽ പോയി അല്പനേരം കിടക്കാൻ അവളോട് പറഞ്ഞ ശേഷം അമ്മായിയമ്മ ഗീത ബന്ധുക്കളെ സൽക്കരിക്കാൻ തിരക്കിലായി. ആ സമയം കൊണ്ട് മുകളിലെ മുറിയിൽ കയറി വാതിലടച്ച ആവണി ബാത്റൂമിൽ കയറി ലോക്ക് ചെയ്ത ശേഷം കയ്യിൽ കരുതിയിരുന്ന ബ്ലേഡ് ഉപയോഗിച്ച് ഇടത് കൈത്തണ്ട മുറിച്ച് പൈപ്പ് ചെറുതായി തുറന്നുവിട്ട ശേഷം ബക്കറ്റിനുള്ളിലെ വെള്ളത്തിൽ അവൾ ഇടത് കൈ മുക്കിവെച്ച്. നേരിപ്പുകയുന്ന വേദനയുണ്ടെങ്കിലും അതിനേക്കാൾ വേദന അവളുടെ മനസ്സിനേറ്റ മുറിവിനായിരുന്നു. സാരിത്തുമ്പ് വായിലേക്ക് അമർത്തി അവൾ വീതുമ്പി കരഞ്ഞു. മുറിവിൽ നിന്ന് രക്തം വേഗത്തിൽ ഒഴുകി പടർന്നു. ആവണിയുടെയും സുധീഷിന്റെയും വിവാഹം 1 മണിക്കൂർ മുമ്പാണ് കഴിഞ്ഞത്. മറ്റുള്ളവരുടെ നിർബന്ധത്തിൽ വഴങ്ങി ഒട്ടും താല്പര്യമില്ലാതെ സുധീഷിന് മുന്നിൽ താലിക്കായി കഴുത്തു നീട്ടി കൊടുക്കേണ്ടി വന്ന നിമിഷത്തെ മനസ്സാൽ ശപിച്ചുകൊണ്ട് അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. പതിയെ അവളുടെ ബോധം മറന്നു തുടങ്ങി. റിസപ്ഷൻ 2 ദിവസം കഴിഞ്ഞാണ് ഏർപ്പാടാക്കിയത്. അതുകൊണ്ട് തന്നെ സുധി കൂട്ടുകാർക്കൊക്കെ ചെലവ് നടത്തി അവരെല്ലാം യാത്രയാക്കിയ ശേഷം അകത്തേക്ക് കയറി വന്ന മകനെ കണ്ട് ഗീത പറഞ്ഞു, മോനെ സുധി, ആവണി മൗലിലോട്ട് പോയിട്ട് കുറെ നേരമായി. അവളോട് വേഗം താഴേക്ക് വരാൻ പറയും. ബന്ധുക്കൾക്ക് അവളെ കാണാൻ വന്നിട്ടുണ്ട്. ശരിയാന്ന്, അവളോട് താഴേക്ക് വരാൻ പറയാം. അവൻ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി. അടഞ്ഞുകിടക്കുന്ന വാതിൽ സുധി മുട്ടി വിളിച്ചു. അകത്തുനിന്ന് പ്രതികരണമൊന്നും ഇല്ലാത്ത കണ്ടപ്പോൾ അവന് പരിഭ്രമമായി. അവൻ വേഗം താഴേക്ക് ഓടി. അമ്മേ, അവൾ വാതിൽ തുറക്കുന്നില്ല. ഞാൻ കുറെ മുട്ടി വിളിച്ചു നോക്കി. എന്റെ ദൈവമേ, ചതിച്ചോ? ഗീത നെഞ്ചത്ത് കൈവച്ചു. 2 പേരെ കൂട്ടി നീ വാതിൽ ചവിട്ടി തുറക്ക്, അവർ മകനോട് പറഞ്ഞു. എല്ലാവരും മുകളിലേക്ക് പാഞ്ഞു. 2 പേര് ചേർന്ന് വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറി. അവിടെയും അവളെ കണ്ടില്ല. അവരുടെ നോട്ടം ബാത്റൂമിലേക്ക് നീണ്ടു. പൈപ്പിൽ നിന്നും വെള്ളം വീഴുന്ന ഒച്ച കേൾക്കുന്നുണ്ടായിരുന്നു. ബാത്റൂമിന്റെ വാതിൽ മുട്ടിവിളിച്ചെങ്കിലും പ്രതികരണമൊന്നും ഇല്ലായിരുന്നു. ബാത്റൂമിന്റെ ഫൈബർ ഡോറിൽ സുധീഷ് ആഞ്ഞു ചവിട്ടി. വാതിൽ 2ആയി പൊളിഞ്ഞു വീണു. ഭിത്തിയിൽ ചാരി കണ്ണുകളടച്ച് വിവാഹ വേഷത്തിൽ ചോരയിൽ കുളിച്ച് കിടക്കുന്ന ആവണി കണ്ട് സുധീഷും അമ്മയും അച്ഛനും ബന്ധുക്കളും ഞെട്ടിത്തരിച്ചു നിന്നു. ആവണി, കണ്ണൂർക്ക്! സുധി അവളെ തട്ടി വിളിച്ചു. നേരിയൊരു ഞെരക്ക് മാത്രമേ അവളുണ്ടായിരുന്നുള്ളൂ. സുധീഷ് അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് സ്റ്റെയർ കേസ് ഇറങ്ങി. പിന്നാലെ മറ്റുള്ളവരും പാഞ്ഞു. മാധവ, വേഗം വണ്ടി എടുക്ക്, സുധി ഡ്രൈവർ മാധവനോട് പറഞ്ഞു. അവളെ കാറിന്റെ ഡോർ തുറന്ന് അകത്തിർത്തിയ ശേഷം അവനും കയറി. അപ്പോഴേക്കും സുധീഷിന്റെ അച്ഛൻ സുരേന്ദ്രനും അമ്മായി ഓടി വന്ന് വണ്ടിയിൽ കയറി. മാധവൻ ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിട്ടു. വാടിയ ചേമിൻ തന്റെ കണക്കെ അവന്റെ മടിയിൽ ബോധശൂന്യായി ആവണി കിടന്നു. ഹോസ്പിറ്റലിൽ എത്തിയപാട് അവളെയും എടുത്തുകൊണ്ട് സുധീഷ് കാഷ്വാലിറ്റിയിലേക്ക് ഓടി. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. അതിനിടയ്ക്ക് വീട്ടിൽ നിന്ന് അമ്മ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ടായിരുന്നു. സുധീഷ് ആശ്വാസവാക്കുകൾ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു. മോനെ, ആവണിയുടെ ബന്ധുക്കളെ വിളിച്ച് കാര്യം പറയണ്ടേ? അവന്റെ അടുത്തേക്ക് വന്ന അച്ഛൻ ചോദിച്ചു. വിവാഹ ചടങ്ങിൽ പോലും അവിടെ അമ്മ വന്നില്ലല്ലോ. അതുകൊണ്ട് അച്ഛൻ വേറെ ആരെങ്കിലും വിളിച്ച് കാര്യം പറഞ്ഞേക്ക്. കാര്യം പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞത് സീരിയസ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതിയെന്ന്, അല്ലെങ്കിൽ നമ്മളോട് തന്നെ കൈകാര്യം ചെയ്തോളാൻ പറഞ്ഞു. കുഴപ്പമില്ലെന്ന് അച്ഛൻ വിളിച്ച് പറഞ്ഞേക്ക്. ആ ശരി. സമയം കടന്നുപോയി. മയക്കം വിട്ടോടുന്ന ആവണി ചുറ്റും നോക്കി. താൻ ഹോസ്പിറ്റലാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ആ നിമിഷം ഒരു വേള അരികിൽ ആശ്വാസമേകി അമ്മയുണ്ടാവുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. മുകളിൽ കറങ്ങുന്ന സീലിംഗ് ഫാനിൽ നോക്കി അവൾ കിടന്നു. അവളുടെ കണ്ണിലേക്ക് നിന്ന് നീർക്കണങ്ങൾ ഇറ്റു വീണു. നിരാശയോടെ ഒരു നിമിഷം അവൾ മുറിഞ്ഞ കൈത്തണ്ടിലേക്ക് നോക്കി. ഇവിടെയും ദൈവം തന്നെ ഉപേക്ഷിച്ചെന്ന് അവൾക്ക് മനസ്സിലായി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സുധീഷ് അവിടേക്ക് വന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖം. വേദന ഒന്നുണ്ടോ? ഇല്ല. അവന്റെ മുഖത്തേക്ക് അവൾ നോക്കി. വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാൻ ഡോക്ടർ പറഞ്ഞു. എന്റെ വീട്ടിലേക്കാണോ? പ്രതീക്ഷയോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. അല്ല, എന്റെ വീട്ടിലേക്കാ. ഞാനെങ്ങനെ അവിടെ ഉള്ളവരെ ഫേസ് ചെയ്യും? മടിച്ചു അവൾ ചോദിച്ചു. ഓരോന്നും ചെയ്യുമ്പോൾ അതൊക്കെ ഓർക്കണമായിരുന്നു, ദേഷ്യത്തോടെ അവൻ പറഞ്ഞു. കതിർ മണ്ഡപത്തിൽ നിങ്ങളുടെ സമീപത്തിരിക്കുമ്പോൾ അവസാന പ്രതീക്ഷ എന്നോണം ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പോഴെങ്കിലും നിങ്ങൾ വിവാഹത്തിൽ നിന്ന് പിന്മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അതുണ്ടായില്ല. എങ്കിലും ഇങ്ങനെ ഒരു അമ്പ് എനിക്ക് ചെയ്യേണ്ടി വരുമായിരുന്നില്ല. അവിടെ ഒച്ചയിടറി. മിഴികളിൽ നീർക്കണങ്ങൾ വന്ന് മൂടിയപ്പോൾ ആവണി ഏതു വശത്തേക്ക് മുഖം വെട്ടിച്ചു. കണ്ണുനീർ കാഴ്ച മറക്കുമ്പോൾ അവളുടെ കണ്ണിൽ അഖിലേഷിന്റെ രൂപം തെളിഞ്ഞു വന്നു. തേങ്ങലോട് ഒരു നിമിഷം അവൻ അഖിലേഷിനെ ഓർത്തു. ശരിയാണ് അവൾ പറഞ്ഞത്. അവസാന നിമിഷം വരെ പ്രതീക്ഷയോടെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന അവളുടെ ദയനീയ ഭാവം കണ്ടില്ലെന്ന് നടിച്ച് അവളുടെ കഴുത്തിൽ താൻ താലിയണിയുമ്പോൾ കരഞ്ഞു കറങ്ങിയ കണ്ണുകൾ മനഃപൂർവ്വം അവഗണിച്ചു. സുധീഷ് മനസ്സിലാ രംഗങ്ങൾ ഓർത്തു. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വിവാഹിതരായ 2 യുവമിത്രങ്ങൾ പരസ്പരം ഒന്നുമിണ്ടാതെ ആശുപത്രി മുറിക്കുള്ളിൽ നിശബ്ദരായി നിലകൊണ്ടു. അവരുടെ ഇടയിലെ മൗനത്തെ കീറി മുറിച്ചുകൊണ്ട് ഡോർ തുറന്ന് ഒരു നേഴ്സ് അകത്തേക്ക് കയറി വന്നു. ആവണിയുടെ കയ്യിലെ ട്രിപ്പ് നേഴ്സ് ഊരി മാറ്റി. അപ്പോഴേക്കും ഡോക്ടർ ഹിമാവാസ്ദേവൻ അങ്ങോട്ടേക്ക് വന്നു. 2 പേരോട് സംസാരിച്ച ശേഷം ഡോക്ടർ ആവണിക്ക് ഡിസ്ചാർജ് നൽകി. ആശുപത്രിയിൽ നിന്നുള്ള മടക്കയാത്രയിൽ ആരും പരസ്പരം ഒന്നും മിണ്ടിയില്ല. എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്തേ? മുൻസീറ്റിൽ നിന്ന് സുധിയുടെ അച്ഛൻ സുരേന്ദ്രൻ പിന്തിരിഞ്ഞ് ആവണിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ അവൾ സുധിയുടെ മുഖത്ത് നോക്കി. വിവാഹത്തിന് അമ്മ വരാത്തതിന്റെ വിഷമമായിരുന്നു അച്ഛൻ ആവണിക്ക്, സുധീഷ് ഇടയിൽ കയറി പറഞ്ഞു. ഹോസ്പിറ്റലിൽ വെച്ച് തന്റെ അമ്മയെ ഫോൺ ചെയ്തവൻ പറഞ്ഞത് അങ്ങനെയാണ്. അതിനാണോ മോളെ നീ ഞങ്ങളൊക്കെ പീഡിപ്പിച്ചു കളഞ്ഞത്? അമ്മയുടെ കാര്യമൊക്കെ ശരിയാവും, മോൾ അതൊന്നോർത്ത് വിഷമിക്കണ്ട. അയാളുടെ വാത്സല്യം തുളുമ്പുന്ന സംസാരം കേട്ടപ്പോൾ അവൾ ഒരു നിമിഷം തന്റെ അച്ഛനെ ഓർത്തു. അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നീ ഗതി വരില്ലായിരുന്നു. ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒന്നും മിണ്ടാതെ അവൾ വിൻഡോ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോട്ടമിറങ്ങി. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ വീടെത്തി. രാവിലെ വിവാഹം കൂടാനെത്തിയ ബന്ധുക്കൾ കുറെ പേരൊക്കെ ഒരുവിധം പോയിരുന്നു. വീടിനുള്ളിൽ ആരൊക്കെയോ സംസാരം കേൾക്കുന്നുണ്ട്. കാറ് കയറ്റി നടന്ന് ആ 200 വീടിന് മുമ്പിലെ കാർ പോർച്ചിൽ നിന്നു.
സുധീഷ് ഡോറിന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ ആവണിയും ഇറങ്ങി. അവളുടെ നെഞ്ച് പടപടാന്ന് മിടിച്ചുകൊണ്ടിരുന്നു. രാവിലെ വലതുകാൽ വെച്ച് നിലവിളക്കം കൊണ്ട് അകത്തേക്ക് കയറിയത് അവൾ ഓർത്തു. അപ്പോഴേക്കും കാറിന്റെ ശബ്ദം കേട്ട് ഗീതയും മറ്റുള്ളവരും സിറ്റ് ഔട്ടിലേക്ക് വന്നു. തെല്ല് ഭയത്തോടെ സുധിക്ക് പിന്നാലെ അവൾ നടന്നു. ഗീതയുടെ മുഖത്തേക്ക് അവൾ പേടിയോടെ നോക്കി. അവർ വന്ന് അവളുടെ കരം ഗ്രഹിച്ചു. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ മോൾക്ക് അമ്മയോട് പറയായിരുന്നില്ലേ? രാവിലെ ഞങ്ങൾ എല്ലാവരും എന്തോരം പേടിച്ചു എന്നറിയോ? ആശ്ചര്യത്തോടെ അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി. പെണ്ണ് കാണലിന് വരെ ആദ്യമായി കണ്ടപ്പോൾ ഒരു ഭയങ്കരമായിട്ടാണ് അവൾക്ക് തോന്നിയത്. അച്ഛനെ പോലെ അമ്മയും പാവമാണല്ലോ എന്ന് അവൾ ആലോചിച്ചു. എന്നോട് ക്ഷമിക്കാമേ, അവൾ വിക്കി പറഞ്ഞു. സാരല്ല മോളെ, അമ്മയുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. ഇവിടെ മോൾക്ക് എല്ലാവരും ഇല്ലേ? സ്നേഹത്തോടെ അവർ അവളുടെ നെറുകയിൽ തലോടി. മോള് പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നീയും കൂടെ ചെല്ലുമോനെ. മോൾക്ക് വേണ്ട ഡ്രസ്സെല്ലാം അലമാരയിലുണ്ട് കേട്ടോ. ശരിയമ്മേ. അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇനി വീടുകളിലേക്ക് ചെല്ല്. സുധീഷിന്റെ അമ്മ ഗീത അയൽവക്കക്കാരെയൊക്കെ യാത്ര അയച്ചു. എല്ലാവരെയും നോക്കി അവൾ വാടിയൊരു പുഞ്ചിരി സമ്മാനിച്ചു. സുധീഷിന്റെ പിന്നാലെ അവൾ മുകളിലേക്ക് പോയി. അപ്പോഴേക്കും ബെഡ്റൂമിന്റെ വാതിലും ബാത്റൂമിന്റെ വാതിലുമെല്ലാം ശരിയാക്കിയിരുന്നു. താൻ പോയി കുളിച്ച് ഫ്രഷ് ആയിക്കോളും. അലമാരയിൽ നിന്ന് ഇയാൾക്കൂടെ ഡ്രസ്സ് എടുത്തോളൂ. അത് പറഞ്ഞുകൊണ്ട് സുധീഷ് പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് ലൈറ്റർ തെളിയിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു. ആവണി അലമാര തുറന്നു നോക്കി. പുതിയ കുറെ ഡ്രസ്സുകൾ അടുക്കി വെച്ചേക്കുന്ന അവൾ കണ്ടു. അതിൽ നിന്നും കടുനീല കളറുള്ള ഒരു ചുരിദാർ എടുത്തുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് നടന്നു. രാവിലെ തന്നെ അണിയിച്ചൊരുക്കി വീട്ടിൽ നിന്ന് വിവാഹ മണ്ഡപത്തിലേക്ക് ബന്ധുക്കൾ കൊണ്ടുപോകാൻ നേരം അരികിൽ വന്ന് അമ്മ ശബ്ദം താഴ്ത്തി പറഞ്ഞ വാക്കുകൾ ഇടിത്തീ പോലെ അവളുടെ മനസ്സിലേക്ക് വന്നു. ഷവറിൽ നിന്നും തണുത്ത വെള്ളം ശരീരത്തിലേക്ക് പതിക്കുമ്പോൾ അമ്മയുടെ വാക്കുകൾ അവളെ ചുട്ടു പൊള്ളിച്ചു. അച്ഛന്റെ ബന്ധുക്കൾ അവളെ അണിയിച്ചൊരുക്കി മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകാൻ ഇറങ്ങുമ്പോഴാണ് ആവണിയുടെ അടുത്തേക്ക് അമ്മ സൗഭാഗ്യം വന്നത്. മറ്റുള്ളവർ കേൾക്കാതെ അവളെ വിളിച്ച് മാറ്റി നിർത്തി അവർ ശബ്ദം താഴ്ത്തി മകളോട് പറഞ്ഞു. മറ്റൊരുത്തിന് മുന്നിൽ കഴുത്ത് നീട്ടി കൊടുക്കുന്നതിലും ഭേദം മരണമായിരുന്നു നല്ലത്. ഒരു പയ്യനെ ആശ കൊടുത്ത് മോഹിപ്പിച്ചിട്ട് ഇന്ന് നീ മറ്റൊരുത്തിന് മുമ്പിൽ താലിക്കായിട്ട് തലവിളിച്ചു കൊടുക്കുന്നു. ഈ പാപത്തിന് ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കില്ല. നീ ഈ പടിയിറങ്ങുന്ന നിമിഷം എന്റെ മനസ്സിൽ നീ മരിച്ചു കഴിയും. എനിക്ക് ഇങ്ങനെയൊരു മകളിലെന്ന് ഞാൻ കരുതും. അമ്മേ, ഞാൻ വേണ്ട. നിന്റെ ന്യായങ്ങൾ ഒന്നും തന്നെ കേൾക്കണ്ട. ഇത്ര കാലം എങ്ങനെ ജീവിച്ചു അതുപോലെ ഞാൻ കഴിയും. എന്റെ മനസ്സിൽ നിനക്കുള്ള ചെയ്ത് ഒരുങ്ങിക്കഴിഞ്ഞു. അമ്മേ. പിന്നീട് അവൾ ഉച്ചത്തിൽ വിളിച്ചെങ്കിലും അവർ കേൾക്കാത്ത ഭാഗത്തിൽ മുകളിലേക്ക് കയറിപ്പോയി. ആവണി അമ്മക്ക് പിന്നാലെ ഓടിച്ചെന്നെങ്കിലും അവൾക്ക് മുമ്പിൽ അവർ വാതിൽ കൊട്ടിയടച്ചു. അമ്മ പറഞ്ഞ വാക്കുകൾ അവളുടെ ചെവിയിൽ മുഴങ്ങി. ഇത്രയും ദിവസം എല്ലാം സഹിച്ചിരുന്നത് അമ്മക്ക് വേണ്ടി മാത്രമാണ്. ഒരു കടുങ്കയ്ക്ക് മുതിരാതെ എല്ലാം സഹിച്ച് കടിച്ചു പിടിച്ചു നിന്നത് ഞാൻ എന്തെങ്കിലും ചെയ്തു പോയാൽ അമ്മ തനിച്ചായി പോകുന്നില്ലെന്ന് ഓർത്ത് മാത്രമാണ്. അമ്മയില്ലാതെ വേറെ ആരാ എന്റെ അവസ്ഥ മനസ്സിലാക്കുക? അമ്മ, വാതിൽ തുറക്കമ്മേ. അമ്മയുടെ പൊന്നുമോളല്ലേ ഞാൻ പോയാൽ അമ്മയെ നോക്കാൻ വേറെ ആരാ ഉള്ളേ? അതുകൊണ്ടല്ലേ അമ്മേ ഞാൻ എല്ലാത്തിനും സമ്മതം മൂളിയത്. പെട്ടെന്ന് അവിടെ മുമ്പിൽ വാതിൽ മലർക്കെ തുറക്കപ്പെട്ടു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി സൗഭാഗ്യം പുറത്തേക്ക് വന്നു. നിന്റെ അച്ഛനും ഞാൻ സ്നേഹിച്ച് വിവാഹിതരായവരാ. പേരിൽ മാത്രം സൗഭാഗ്യം തന്നു എന്റെ 30-ാം വയസ്സിൽ ദൈവം അദ്ദേഹത്തെ എന്നിൽ നിന്നും തട്ടിപ്പറിച്ചു. മറ്റൊരു വിവാഹത്തിന് എന്റെ വീട്ടുകാരെ ഏറെ നിർബന്ധിച്ചപ്പോൾ അവരെല്ലാം ഞാൻ അകറ്റി നിർത്തി. അദ്ദേഹം സമ്മാനിച്ച വർണ്ണപ്പകിട്ടേറിയ 10 വർഷത്തെ ദാമ്പത്യ ജീവിതം മാത്രം മതിയായിരുന്നു നിന്നെയും കൊണ്ട് എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ. നമ്മൾ രണ്ടുപേരും മാത്രമുള്ള ജീവിതത്തിൽ 3-ാമതൊരാൾ കൂടി കടന്നു വന്നു, അഖിലേഷ്. അവന് നിനക്ക് ഇഷ്ടമാണെന്ന് നീ എന്നോട് വന്ന് പറഞ്ഞു. നീ തിരഞ്ഞെടുത്ത നിന്റെ ജീവിതം നല്ലതായിരുന്നു. നല്ലൊരു പയ്യനെ തന്നെ നീ കണ്ടെത്തി. അതിലെനിക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. നിന്റെ അവന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ ഞാൻ സമ്മതിച്ചു. ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീട്ടുകാരെയും കൂട്ടി വന്ന് പരസ്പരം സംസാരിച്ച് ചടങ്ങുകൾ നടത്താൻ എന്നോട് പറഞ്ഞു. നിന്നെ അവന് വേണ്ടി ചോദിച്ച് വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചല്ലേ ഈ പടികടന്നവൻ പോയത്. നാളെ നിന്നെ കൊണ്ടുപോകാൻ വരുന്ന അവനോട് ഞാൻ എന്ത് മറുപടി പറയും? കുന്നോളം ആഗ്രഹം നൽകിയിട്ട് അവനെ നീ ചതിച്ചില്ലേ? ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ച അവന്റെ മാത്രം ഭാര്യയായി ജീവിക്കണം, മരിക്കും വരെ. അതിന് കഴിഞ്ഞില്ലേ പിന്നെ എന്തിന് ജീവിക്കണം? അവനെ കരയിച്ചുകൊണ്ട് മറ്റൊരു മുമ്പിൽ കഴുത്തിടാൻ തയ്യാറായി നിൽക്കുന്ന നിന്നോട് എനിക്ക് പുച്ഛ. നീ സ്വയം ജീവൻ ഒടിക്കാൻ പോലും നിന്നോട് എനിക്ക് വെറുപ്പ് തോന്നില്ലായിരുന്നു. മോളെ, ജീവിതത്തിൽ ആരെയും സ്നേഹിച്ചു വഞ്ചിക്കാൻ പാടില്ല. കൂടെ കൂട്ടാൻ പറ്റുമെന്ന് ഉറപ്പില്ലെങ്കിൽ ഒരിക്കലും അവനെ സ്നേഹിക്കരുതായിരുന്നു. നിനക്ക് പോവാം. എനിക്ക് പറയാനോട് കേട്ടിട്ട് അമ്മ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചു. എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. വേണ്ട, ഒന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ വാക്കിരിച്ചുകൊണ്ട് അച്ഛന്റെ വീട്ടുകാർക്ക് വേണ്ടി വീടിന്റെ വാതിൽ തുറന്നു കൊടുത്ത നീയല്ലേ എല്ലാം സ്വയം അനുഭവിച്ചു. നിന്നെ എനിക്കിനി കാണണ്ട. സൗഭാഗ്യം അവൾ അഗണിച്ചുകൊണ്ട് വാതിൽ വലിച്ചടച്ചു. അമ്മ പറഞ്ഞ വാക്ക് അവളുടെ ഹൃദയത്തിൽ ചെന്ന് തറച്ചു. അടച്ചിട്ട വാതിലുണ്ടിൽ നിന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. അമ്മ പറഞ്ഞു ശരിയാണ്. സത്യങ്ങൾ അറിയുമ്പോൾ അഖിലേഷേട്ടൻ ഒരുപാട് വേദനിക്കും. ഞാൻ ഏട്ടനെ വഞ്ചിക്കുകയാണോ ഈശ്വര? അമ്മ പറഞ്ഞതാണ് ശരി. മരിക്കണം. സ്നേഹിച്ച ആൾ ചതിച്ച് മറ്റൊരാൾ വിവാഹം കഴിക്കാൻ പാടില്ല. അതിനേക്കാൾ ഭേദം മരണമാണ്. അമ്മയുടെ വെറുപ്പ് ഏറ്റുവാങ്ങിക്കാൻ എനിക്കാവില്ല. മനസ്സിൽ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അവൾ തന്നെ മുറിയിലേക്ക് ഓടി. മേശവലിപ്പ് തുറന്ന് അവൾ എന്തിനോ വേണ്ടി പരതി. കയ്യിൽ ബ്ലേഡ് തറഞ്ഞു അവൾ അതെടുത്തു. അപ്പോഴാണ് അച്ഛന്റെ പെങ്ങൾ അനിത വാതിൽക്കൽ വന്നത്. ആവണി വേഗം അവർ കാണാതെ ബ്ലേഡ് ഇടതുകയിൽ കരുതിയിരുന്ന കർച്ചീഫിനുള്ളിൽ ഒളിപ്പിച്ചു. അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സമയം കിട്ടുന്നതിന് മുമ്പേ അനിത ആവണിയും കൂടി താഴേക്ക് പോയി. പിന്നെയെല്ലാം വേഗത്തിലായിരുന്നു. മണ്ഡപത്തിലെത്തിയതും വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞുമെല്ലാം വളരെ വേഗത്തിലായിരുന്നു. അവസാനം വരെ വിവാഹം എങ്ങനെയെങ്കിലും മുടങ്ങുമെന്ന പ്രതീക്ഷ വെറുതെയായി. സുധീഷ് അവസാന നിമിഷം എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല. പിന്നെ കയ്യിൽ കരുതി വെച്ച ബ്ലേഡിലായിരുന്നു പ്രതീക്ഷ മുഴുവൻ. പക്ഷേ ദൈവം അവിടെയും തന്നെ പരാജയപ്പെടുത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ആവണി, ആവണി! കുളിക്കാൻ കയറി കുറെ നേരമായിട്ട് അവളെ കാണാതായപ്പോഴാണ് സുധി ബാത്റൂമിന്റെ വാതിൽ മുട്ടി വിളിച്ചത്. അപ്പോഴാണ് അവൾക്ക് സ്ഥലകാലബോധം വന്നത്. ചിന്തകൾ പകുതിക്ക് മുറിഞ്ഞു. അവൾ വേഗം ഷവർ ഓഫ് ചെയ്തു. ഇതുവരെ കുളി കഴിഞ്ഞില്ലേ? പുറത്തുനിന്ന് സുധി ഒച്ച വീണ്ടും കേട്ടു. ആ കഴിഞ്ഞു, ഇതാ വരുന്നു, അവൾ മറുപടി പറഞ്ഞു.
മുടിയിൽ തോർത്ത് ചുറ്റിക്കെട്ടി ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അവൾ വേഗം പുറത്തിറങ്ങി. തന്നെ കാണാതായപ്പോൾ ഞാൻ കരുതി വീണ്ടും എന്തെങ്കിലും അബദ്ധം കാണിച്ചു എന്ന്. അവളെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു. ഒരു വിളറിയ ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ താഴേക്ക് പോയി. ടവലെടുത്തുകൊണ്ട് സുധീഷ് ബാത്റൂമിലേക്കും പോയി. ആവണി സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ ഗീത അവളുടെ അടുത്തേക്ക് വന്നു. കുളിയൊക്കെ കഴിഞ്ഞ മോളെ? ആ കഴിഞ്ഞമ്മേ. ഇപ്പൊ കൈക്ക് വേദനയുണ്ടോ? മനസ്സ് വെന്തിരിക്കുമ്പോൾ ശരീരത്തിന്റെ വേദന എങ്ങനെ അറിയാനോ അമ്മേ, അവൾ മനസ്സിൽ പറഞ്ഞു. മോൾ പോയി സുധിയും കൂട്ടിക്കൊണ്ടുപോവാ, അത്താഴം റെഡി ആയിട്ടുണ്ട്. ശരി. അവൾ വീണ്ടും മുകളിലേക്ക് പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ സുധീഷ് കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നു. അമ്മ താഴേക്ക് ചെല്ലാൻ പറഞ്ഞു അത്താഴം കഴിക്കാൻ. ആ, അവനൊന്ന് മൂളി. സുധി താഴേക്ക് പോയപ്പോൾ ആവണി അവന്റെ പിന്നാലെ താഴേക്ക് ചെന്നു. അമ്മേ, എനിക്കൊന്നും വേണ്ട, വിശപ്പില്ല, ആവണി ഗീതയോട് പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, രാവിലെ മുതലൊന്നും കഴിക്കാതെ ഇരിക്കുമല്ലേ, ഒരു പിടി ചോറെങ്കിലും കഴിക്കുമോളെ. അവർ സ്നേഹപൂർവ്വം അവൾ നിർബന്ധിച്ചു. അപ്പോഴേക്കും സുധി ആഹാരം കഴിച്ചു തുടങ്ങിയിരുന്നു. അമ്മയുടെ നിർബന്ധം കാരണം ആഹാരം കഴിച്ചു നിർത്തി അവൾ എഴുന്നേറ്റ് പോയി കൈ കഴുകി. മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഗീത കയ്യിലൊരു ഗ്ലാസ് പാലുമായി അവളുടെ അടുത്തേക്ക് വന്നു. ചടങ്ങുകളൊന്നും തെറ്റിക്കേണ്ട, മോള് മുറിയിലേക്ക് ചെല്ലും. പാൽ ഗ്ലാസുമായി ആവണി മുറിയിലേക്ക് നടന്നു. അവൾ ചെല്ലുമ്പോൾ ബാൽക്കണിയിൽ നിന്ന് ആരോടോ ഫോണിൽ സംസാരിക്കായിരുന്നു സുധീഷ്. പാൽ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചിട്ട് അവൾ ഒരു നിമിഷം അലങ്കരിച്ച പട്ടുമത്തിലേക്ക് നോക്കി. ജീവിതത്തിൽ ഏതൊരു പെണ്ണും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മുഹൂർത്തമാണ്. പക്ഷെ തനിക്ക് കരയാൻ മാത്രമാണ് വിധിച്ചിട്ടുള്ളത്. താനെന്താ സ്വപ്നം കണ്ടിരിക്കുവാണോ? അവളുടെ അടുത്തേക്ക് വന്ന് സുധി ചോദിച്ചു. ആവണി ഞെട്ടിത്തിരിഞ്ഞ് അവൻ നോക്കി. ഇല്ല, ഞാൻ വെറുതെ. വാക്കൽ കിട്ടാതെ അവൾ തപ്പിത്തറഞ്ഞു. ഇനി നിലത്ത് ബെഡ്ഷീറ്റ് വിരിച്ച് കിടക്കാൻ നിൽക്കണ്ട, ഞാൻ തന്നെ ഒന്നും ചെയ്യുന്നോട്ട് പേടി വേണ്ട, ബെഡ് കിടന്നോളൂ. എനിക്ക് കുറച്ച് വർക്കുണ്ട്, ചെയ്തു തീർക്കാൻ. കിടക്കാൻ ലൈറ്റാവും. ഇയാൾ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് സുധീഷ് ബാൽക്കണിയിലേക്ക് നടന്നു. അവൾ അല്പം ആശ്വാസത്തോടെ ബെഡിലിരുന്നു. അവനോട് എന്തൊക്കെയാ ചോദിക്കണമെന്നുണ്ടായിരുന്നു അവൾക്ക്. പക്ഷേ ചോദ്യങ്ങളെല്ലാം മനസ്സിലിട്ട് കൂട്ടിക്കുവച്ച് സ്വയം ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ട് അവൾ ബെഡിലേക്ക് ചാഞ്ഞു. അവളുടെ മനസ്സിലേക്ക് അഖിലേഷിന്റെ രൂപം തെളിഞ്ഞു വന്നു. പാവം, ഇപ്പൊ ഒന്നും അറിയാതെ എന്നെയും സ്വപ്നം കണ്ട് ഉറങ്ങിയാവും. ഓർത്തപ്പോൾ അവളുടെ നെഞ്ചു നീറി. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ഓരോന്ന് ആലോചിച്ച് ഉറക്കം വരാതെ അവൾ തിരിഞ്ഞു മറിഞ്ഞു കിടന്നു. 1 മണി കഴിഞ്ഞപ്പോൾ സുധീഷ് മുറിയിലേക്ക് വരുന്നു. ലാപ്ടോപ്പ് കൊണ്ട് ടേബിൾ വെക്കുന്ന അവൾ കണ്ടു. ആവണി കൈനീട്ടി സ്വിച്ച് ഇട്ട് മുറിയിലെ ലൈറ്റ് തെളിഞ്ഞു. താനിതുവരെ ഉറങ്ങിയില്ലേ? താ ഉറങ്ങിയെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ലൈറ്റ് ഇടാത്ത്. ഉറക്കം വന്നില്ല, അതാ. മേശപ്പുറത്ത് അവൾ കൊണ്ടുവച്ച പാല് പാട് കെട്ടിയിരുന്നു. ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് സുധി അവിടെ അയിലെ വന്ന് കിടന്നു. മുറിയിൽ നിശബ്ദത തളം കെട്ടി നിന്നു. ആവണി തലചരിച്ച് സുധിയെ നോക്കി. അവൻ ഉറങ്ങിയില്ലെന്ന് കണ്ടപ്പോൾ അവൾ അവനെ വിളിച്ചു. സുധിയേട്ടാ. എന്താ? ചോദ്യവാത്തിൽ അവൻ അവളെ നോക്കി. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിക്കേ. അവൾ അവൻ അഭിമുഖമായി ബെഡിൽ എഴുന്നേറ്റിരുന്നു. അവൻ എഴുന്നേറ്റു. എന്തിനു വേണ്ടിയാ നിങ്ങൾ എന്നെ വിവാഹം ചെയ്തു? പിന്മാറാൻ കാല് പിടിക്കും പോലെ കെഞ്ചിയതല്ല ഞാൻ. എന്തിനാ എന്റെ ജീവിതം നശിപ്പിച്ചത്? എല്ലാവരും കൂടെ എന്നെ ചതിച്ചില്ലേ? അവളുടെ കണ്ണുകൾ കത്തിച്ചൊരിച്ചു. ചുണ്ടുകൾ വിറകൊണ്ടു.